നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ LDF വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. താൻ സ്ഥാനാർത്ഥിയാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല. പാർട്ടിയുമായി അകന്നു നിൽക്കുന്നവരെ പാർട്ടിയുടെ ഭാഗമാക്കാൻ ശ്രമം നടത്തുമെന്നും EN സുരേഷ് ബാബു മീഡിയ വണ്ണിനോട് പറഞ്ഞു. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനൊപ്പമാണ് ഞാനുള്ളത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. കഴിഞ്ഞ തവണ 2 സീറ്റ് മാത്രമാണ് UDFന് ലഭിച്ചത്, 10 സീറ്റ് LDFന് ലഭിച്ചു. ഇത്തവണയും അതേ ഒരു പാറ്റേൺ ആവർത്തിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടോ? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലവിലുള്ള 10 സീറ്റും നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും, വിജയം ആവർത്തിക്കും. ആ 2 സീറ്റിൽ നല്ല കടുത്ത മത്സരം ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, ആ 2 സീറ്റ് കൂടി പിടിച്ചെടുക്കാനുള്ള ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങൾ നല്ലതുപോലെ തന്നെ ഈ 2 മണ്ഡലങ്ങളിലും നടത്തും. തവണ ജില്ലാ സെക്രട്ടറി മത്സരിക്കുമെന്ന കാര്യമായി കേൾക്കുന്നുണ്ട്. അത് ആലത്തൂരോ നെന്മാറയാണ് എന്നൊക്കെയാണ് കേൾക്കുന്നത്. അത് കേട്ടുകേൾവി മാത്രമാണ്. അത് ഞാൻ പറയുന്നത്, ഈ പത്രമാധ്യമങ്ങൾക്കൊരു രീതി ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളുടെ ചാനലുകളായിക്കോട്ടെ, മറ്റ് ചാനലുകളായിക്കോട്ടെ, സാധ്യതാ ലിസ്റ്റിൽ ഒരു 5-6 ആളുടെ പേര് എഴുതി വിടും. ഇപ്പോൾ മലമ്പുഴ മണ്ഡലം ആരാണോ ഒരു 3-4 പ്രഗത്ഭരായ പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ പറഞ്ഞാൽ അവരുടെയൊക്കെ പേര് അങ്ങോട്ട് എഴുതിയിടും. ചിലപ്പോൾ ഇതിലാരെങ്കിലും ഒരാളായിരിക്കും അവിടെ സ്ഥാനാർത്ഥിയാവുക. പക്ഷെ ഞങ്ങൾ ഈ ഘട്ടത്തിലൊന്നും ആലോചിക്കുന്ന കാര്യങ്ങളേ അല്ല. നിങ്ങളിപ്പോൾ ഈ പറയുമ്പോഴൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു ഘട്ടത്തിലും ഒരെവിടെയും ചർച്ച ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊന്നും കഥയില്ലാത്ത ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഒരു സത്യത്തിൽ ഉത്തരം നൽകേണ്ട ചോദ്യങ്ങളെ അല്ല നിങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളുടെ ചിന്തയിൽ പോലും വരാത്ത കാര്യങ്ങളാണ് നിങ്ങൾ മുൻകൂട്ടി ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ശരിയായ ഉത്തരമേ ഇല്ല. കേരളത്തിൽ പൊതുവേ ഞങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്, ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ടാണെന്ന് നിങ്ങൾ കണക്കാക്കണ്ട. ഞങ്ങളുമായി പല കാരണങ്ങളാൽ അകന്നു നിൽക്കുന്നത്, പാർട്ടിയിൽ സജീവമായി നിന്ന് പ്രവർത്തിച്ച ആളുകൾ, പല ഘട്ടത്തിലും അവരുടെ ചെറിയ അഭിപ്രായ ഭിന്നതയിൽ മാറി നിൽക്കുന്നവർ, അവരെയെല്ലാം തിരിച്ചു കൊണ്ടുവരാനും അവരെയെല്ലാം അവരുടെ കഴിവിനനുസൃതമായി ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തെ വിലയിരുത്തിക്കൊണ്ട് പാർട്ടിക്ക് എങ്ങനെ ഗുണകരമായി ഉപയോഗിക്കുക എന്നുള്ളത് ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ തീരുമാനമല്ല. പൊതുവെ ആ തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന PK ശശി, അദ്ദേഹം പിന്നീട് ഈ സ്ഥാനങ്ങളിൽ നിന്ന് പോയി ബ്രാഞ്ചിൽ പോലും പങ്കെടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഈ പഴയ സ്ഥാനങ്ങളിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ? അത് എല്ലാ ആളുകളും ആയിട്ട് അകന്നു നിൽക്കുന്നവരുമായിട്ട് ചർച്ച ചെയ്യും. നിങ്ങൾ പറഞ്ഞ ഇദ്ദേഹം നിലവിൽ പാർട്ടി അംഗമാണ്. ആ പാർട്ടി അംഗത്തിനോട് പ്രത്യേക ചർച്ചയുടെ ആവശ്യമില്ല. പാർട്ടി അംഗത്തിന് എന്താണോ അദ്ദേഹത്തിന് ഏൽപ്പിച്ച ചുമതല നിർവഹിക്കേണ്ടത്, അത് എവിടെയാണോ അത് അദ്ദേഹം നിർവഹിക്കുക എന്നുള്ളതാണ് പ്രധാനം. എന്തായാലും CPM-ഉം ഇടതുപക്ഷവും വലിയ ശക്തി കേന്ദ്രമായാണ് പാലക്കാട് ജില്ലയെ പൊതുവെ കാണുന്നത്. അത് ഇത്തവണയും അതേ രീതിയിൽ ആവർത്തിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.